നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഫോണിന്റെ കോണ്ടാക്റ്റിലെ നമ്പറുകൾ ഫോണിലും സിമ്മിലുമായിട്ട് കിടക്കുന്ന നമ്പറുകൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മളത് പോകണം. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കോണ്ടാക്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴെ എഡിറ്റ് കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഡിഫാൾട്ട് അക്കൗണ്ട് ടു ന്യൂ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞതിൽ നമ്മളെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ കോണ്ടാക്ട് സൈനിങ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. 0 കോണ്ടാക്ട് സേവ്ഡ് എന്ന് സൈൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഫസ്റ്റ് നമ്മൾ ഈ ആൾസോ സൈനിങ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നേരെ ബാക്കപ്പ് സൈനിങ് ഡിവൈസ് എന്ന് പറഞ്ഞ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അത് ബാക്കപ്പ് ആയിക്കോളും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിവൈസിൽ നിന്ന് ഗൂഗിളിലേക്ക് പോകുന്ന നമ്പറുകളാണ്. നമ്മൾ സാധാരണ നമ്പർ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇല്ല, ചിലപ്പോൾ നമ്മൾ ഡിവൈസിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിമ്മിലായിരിക്കും. ഇത് ഡിവൈസിൽ നിന്നുള്ള ഇതാണ്. ഇത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ബാക്കപ്പ് ആയി മാറും. അതിനുശേഷം ദ റിവ്യൂ ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇമ്പോർട്ട് സിം കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ റിവ്യൂ ആൻഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം സിം നമുക്കിവിടെ കാണിക്കും. ഇമ്പോർട്ട് ഫോർ സിം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതും ഓട്ടോമാറ്റിക്കായിട്ട് സിമ്മിലുള്ള നമ്പറുകളും ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈനിങ് ആവും.